കേരളം ഞെട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇന്നലെ ആ വാർത്ത കേട്ടത്. വലിയ ഒരു ആൾക്കൂട്ടമുണ്ടായിരുന്ന യഹോവ സാക്ഷികളുടെ ചടങ്ങിലേക്കാണ് സ്ഫോടനമുണ്ടായത്. ആ സ്ഫോടനത്തിൽ 3 പേർക്ക് മരണം സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. സ്ഫോടന കാരണത്തെക്കുറിച്ച് എന്തായാലും പ്രതിയടക്കം പിടികൂടി. പലതരത്തിലുള്ള സംശയങ്ങൾ ഇതിനിടയിൽ തന്നെ ഊഹാപോഹങ്ങളടക്കം പ്രചരിക്കുകയും ചെയ്തു. പക്ഷേ കേരളം അതിനെയെല്ലാം അതിജീവിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത്തരം വിശ്വാസ കൂട്ടായ്മകൾ ചേരുമ്പോൾ അവിടെ ജാഗ്രത പാലിക്കേണ്ടതല്ലേ എന്നുള്ള വിഷയം പ്രധാനമായും ചർച്ചയിലേക്ക് വരികയാണ്. ഇതുവരെയും നമ്മൾ ഇത്തരമൊരു വിഷയത്തിൽ അത്തരമൊരു ജാഗ്രത പുലർത്തിയിരുന്നില്ല. സാധാരണഗതിയിലുള്ള ഉത്സവങ്ങളോ ആൾക്കൂട്ടങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ജാഗ്രതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം സ്വകാര്യ ചടങ്ങുകളിൽ ഇത്തരം സ്വകാര്യമെന്ന് കരുതപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ നടത്തപ്പെട്ടിരുന്ന കൂട്ടായ്മകളിൽ അത്തരം ജാഗ്രതകൾ ഉണ്ടായിരുന്നില്ല. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, ഇന്നലെ ഒരു വലിയ കേരളത്തെ തന്നെ ഞെട്ടിത്തെറിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാവാത്ത തരത്തിലേക്ക് ഒരു സ്ഫോടനമാണ് ഇന്നലെ ഉണ്ടായത്. വലിയ തരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളം ഒന്നായി നിന്നുകൊണ്ട് ആ വിഷയത്തെ എല്ലാം അതിജീവിക്കുവാൻ കേരളത്തിന് കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഇത്തരം കൂട്ടായ്മകൾ സാധാരണഗതിയിൽ ഇത്തരം സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലരിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന പ്രവണതയൊക്കെ പലർക്കുമുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അതല്ല സത്യം എന്നടക്കം ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ ആ കൂട്ടായ്മകൾക്ക് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അല്ലെങ്കിൽ അത്തരം ഒരു ജാഗ്രത എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് ആവശ്യമല്ലേ? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറയൂ. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സാറേ സംഭവിച്ചത്. അതിന് വലിയ ഖേദം പ്രകടിപ്പിക്കേണ്ട. ആ മരിച്ച 2 പേർക്കും ഇനി സുഖമില്ലാതെ എടുക്കുന്ന എല്ലാവർക്കും വേഗം സുഖമായി വരട്ടെ എന്നുള്ളത് പഠിച്ചവനോട് പറയാണ്. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. പിന്നെ ജാഗ്രത പാലിക്കാതെ മനുഷ്യൻ ഒന്നായിട്ട് കൂടി അന്നൊന്നും ഒരു കാര്യങ്ങളും അറിയാതെയുള്ള മനുഷ്യൻ കൂടിക്കണ്. അപ്പൊ ഈ കൂടിക്കണിക്ക് ഇങ്ങനെ വരുന്നതും ഇങ്ങനെ പെട്ടെന്നൊരു ബോംബ് വർഷിക്കുന്നതും ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല സാറേ. അതുകൊണ്ടാണ് സംഭവിച്ചത്. അതില് എല്ലാവരും അതിന് ഊഹാപോഹങ്ങളൊന്നും പറയാതെ എല്ലാവരും നിന്നതിൽ വളരെ നന്ദി. സാറിന്റെ ചാനലൊക്കെ വളരെ ഉത്സാഹമാക്കി പറഞ്ഞത് കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഇത്തരം വിശ്വാസ കൂട്ടായ്മകളൊക്കെ നടക്കുമ്പോൾ സാധാരണഗതിയിൽ വലിയ ഉത്സവങ്ങളോ അല്ലെങ്കിൽ അത്തരം കൂടിച്ചേരലുകളോ ഒക്കെ നടക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അത്തരം പരിശോധനകളും അല്ലെങ്കിൽ ഒരു ജാഗ്രതയൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത്തരം വിശ്വാസ കൂട്ടായ്മകൾ പലപ്പോഴും നടക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള കൂട്ടായ്മകൾ. ഈ കൂട്ടായ്മകൾ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ ഇന്റേണലായോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഒന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ കൂടി ആവശ്യം, ഇനി അത്തരം കൂട്ടായ്മകളൊക്കെ നടക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ആവശ്യം കൂടിയല്ലേ ഇത് കാണിക്കുന്നത്? സാർ, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇന്ത്യ പോലൊരു രാജ്യം നമ്മളൊക്കെ തന്നെ അഭിമാനിക്കുന്നുണ്ടല്ലോ. നമ്മൾ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പല അതെ അത്തരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ ദൈനംദിനം നമ്മൾ ചാനലിലൂടെ ഈ സ്ഫോടനങ്ങൾ കേൾക്കാറുണ്ട്. 50 പേർ മരിച്ചു, പള്ളിയിൽ സ്ഫോടനം 100 പേർ മരിച്ചു, 200 പേർ മരിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്ക് നമ്മൾ തെല്ലും ഒരു സാധാരണ വാർത്ത പോലെ ഇത് കേട്ട് കളയുകയാണ്. അപ്പം നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്? അവിടെയൊക്കെ ഈ തീവ്രവാദം പരിപോഷിപ്പിക്കുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അത് മാത്രമല്ല, ദുർബലങ്ങളായിട്ടുള്ള സർക്കാരുകളാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത നോക്കൂ, ദുർബല സർക്കാരല്ല, സുതാര്യവും സുദൃഢവും. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും സംസ്ഥാന തലങ്ങളിലും രാജ്യത്തും ശക്തമായ ഒരു സർക്കാരുണ്ട്. ആ സർക്കാരുകളോട് എനിക്ക് പറയുവാനുള്ളത്, കൃത്യമായും ഇനി സമുദായ സംഘടനകളെ, മതസംഘടനകളെ ഒക്കെ തന്നെ ഒരു മാനദണ്ഡം വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഒരു നിയമ സംവിധാനം, മാനദണ്ഡം. ഇപ്പോൾ തന്നെ അയാൾ ആ കൊലപാതകയെ ന്യായീകരിക്കുന്നില്ലെങ്കിലും അയാൾക്ക് പറയാനൊരു കാരണമുണ്ടായി, ഗൗരവമാണത്. ഇത്തരത്തിൽ ഒരു രാജ്യത്തെ അംഗീകരിക്കുന്നില്ല, രാജ്യത്തെ കുട്ടികൾ പ്രാർത്ഥന പറയുന്നില്ല. നമ്മുടെ ഈ കേരളത്തിൽ ഇത് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഞെട്ടിപ്പോവുകയാണ്. അത്തരത്തിലുള്ള ഒരു സംഘടന ഗവൺമെന്റ് ഞാൻ പറയട്ടെ, NSS ആയാലും അത്തരത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളൊക്കെ തന്നെ സംഘടനകൾ ഒരു മാനദണ്ഡം വെക്കണം. നമ്മുടെ എല്ലാ ഭരണഘടന പോലെ തന്നെ ധാരാളം സംവിധാനങ്ങളിൽ നമുക്ക് നിയമമുണ്ട്. എന്തുകൊണ്ടാണ് മതത്തെ തൊടുമ്പോൾ നമുക്ക് ഭയമാകുന്നത്? ഈ രാജ്യത്ത് ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ ശ്രീ രാധാകൃഷ്ണൻ, നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു നിയമമുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏതു സംഘടനയല്ല, അതിന് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, മതസംഘടന ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അത് ഈ രാജ്യത്തെ എല്ലാ സംഘടനകൾക്കും ബാധകമായ നിയമമാണ്. നിയമമില്ലാത്തതാവില്ല പ്രശ്നം. ആ നിയമങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ജാഗ്രത കൂടി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് അവരുടെ കുട്ടികൾ ഇവിടെ ദേശീയ ഗാനം ആലപിക്കുന്നില്ല, അവരുടെ കുട്ടികൾ ഒന്നും അംഗീകരിക്കുന്നില്ല. നമ്മുടെ സംവിധാനത്തെ ഇതൊക്കെ ഇനി വരാൻ കിടക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതുപോലെ എത്ര സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരുകൾ, കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും മത
പിന്നെ സമുദായ സംഘടനകളുടെ മുഖം നോക്കാതെ, അല്ലെങ്കിൽ നമ്മൾ അവരെ പ്രീണിപ്പിച്ചാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവരെയൊക്കെ ഇനിയും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ, നമ്മളിപ്പോ ഒന്നോ രണ്ടോ കേട്ടുള്ളൂ, പാകിസ്ഥാനിലെ മറ്റ് തീവ്ര ദുർബലങ്ങളായ രാജ്യങ്ങളെ പോലെ. ശരി, താങ്കൾ പറഞ്ഞ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഏത് മതസംഘടനയായാലും എല്ലാ മതസംഘടനകൾക്കും അത്തരത്തിലുള്ള ജാഗ്രത പുലർത്താൻ സർക്കാരുകൾ തയ്യാറാവണം എന്നുള്ളത്. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. ശ്രീ ബാലകൃഷ്ണൻ പറയാം. അബ്ദുറഹ്മാനാണ് ദുബായിൽ നിന്നും. ശ്രീ അബ്ദുറഹ്മാൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. എനിക്ക് ആദ്യമായിട്ട് സാറിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ന്യൂസ് എയ്റ്റീൻ വളരെ നല്ല രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയെല്ലാം പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ എല്ലാത്തിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പക്ഷെങ്കിൽ ഇപ്പോഴും താങ്കളുടെ സോഷ്യൽ മീഡിയ ന്യൂസ് എയ്റ്റീൻ്റെ അതിൽ ഒരു നിരപരാധിയെ കണ്ണൂരിൽ നിന്ന് പിടിച്ചിട്ട് അതിന്റെ ആ പോസ്റ്റ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? അത് തുടക്കത്തിൽ നിങ്ങൾ ചെയ്തത് ശരിയാണ്, ഞാൻ പറയുന്നില്ല തെറ്റാണെന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് ആദ്യം ശരിക്കുള്ള ന്യൂസ് കൊണ്ടുവരുന്നത് എന്നുള്ള മത്സരമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആ ന്യൂസ് നീക്കം ചെയ്യാത്തത് എന്തുകൊണ്ട്? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? അപ്പൊ നമ്മുടെ നാട്ടിൽ ശ്രീ അബ്ദുൽ റഹ്മാൻ, ആ കാര്യത്തിൽ ഒരു വിശദീകരണം നമ്മൾ ഇന്നലെ തന്നെ അത് പരസ്യമായി തന്നെ വിശദീകരണം നൽകിയിരുന്നു. ആദ്യം ഇങ്ങനെ ഒരാളെ പിടിച്ചു, ആ സമയത്ത് നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത നൽകി, നമ്മളും ആ വാർത്ത നൽകി. അതിനുശേഷമാണ് യഥാർത്ഥ പ്രതിയെ, അതിനുശേഷമാണ് സംഭവങ്ങൾ മാറി മറിയുന്നത്. ആ സമയത്ത് അത് പുതിയ പ്രതിയെ പിടിച്ച വിഷയവും ആ പ്രതിയുടെ വിശദാംശങ്ങളും എല്ലാം കൃത്യമായി തന്നെ നൽകിയിരുന്നു. നേരത്തെ നൽകിയ ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ടും എടുത്ത് അതിനൊപ്പം നൽകിയിരുന്നു. ഒരിക്കൽ വാർത്ത നൽകിയാൽ ഇപ്പോൾ ഏത് സമയത്ത് വാർത്തയാണെന്ന് അറിയില്ല, എപ്പോഴും ആ സ്ക്രീൻഷോട്ടുകൾ ഏത് സമയത്തും ലഭ്യമാണ്. ഏത് സമയത്തും ആ വാർത്ത പിന്നിലേക്ക് പോയി നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ പിന്നിലേക്ക് പോയി ആ വാർത്ത എടുത്ത് വ്യാജമായി പ്രചരിപ്പിക്കരുത്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ ചാനലിലൂടെ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രഖ്യാപിച്ചിരുന്നു. നമ്മൾ ഇന്നലെ കൊടുക്കാനിടയായ സാഹചര്യം, നമ്മളടക്കം എല്ലാ ചാനലുകളും ആദ്യം ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വരുന്നു. സ്വാഭാവികമായും ആ വാർത്ത നമ്മളെല്ലാവരും സംപ്രേഷണം ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് യൂട്യൂബിൽ നിന്ന്, ആ യൂട്യൂബിൽ പഴയ സാധനം കിടക്കുന്നത് എടുത്താണ് ആളുകൾ പിന്നീട് ഇത് ഇപ്പോൾ കൊടുത്താണ് എന്ന മട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നാ പിന്നെ ഞാൻ തിരിച്ചെടുക്കുന്നു. പക്ഷെ കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വർഗീയവാദികൾ, ഹലോ, ശരിയാണ്, താങ്കൾ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു. അങ്ങനെ പല വർഗീയവാദികളെ ആളുകളാണ്, എല്ലാ മതത്തിലുമുണ്ട് ഇത്തരം വർഗീയവാദികൾ. ആ വർഗീയവാദികളാണ് ഇത്തരം പ്രചരിപ്പിക്കുന്നത്. ഇത് നന്നായി ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വിഭാഗത്തിന്റെ തലയിൽ തന്നെ ഇത് വെച്ച് കെട്ടാൻ നോക്കുകയും ചെയ്ത്, ആ മനുഷ്യനിക്ക് എന്തോ ഒരു ദയ കൊടുത്തത് കൊണ്ട്, അദ്ദേഹം ലൈവിൽ വന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയൊരു കലാപം ഒഴിവാക്കിക്കിട്ടി. ഇപ്പോഴെന്ന് പറയും, മുൻപ് നടന്നതെല്ലാം സാറിന് ഓർമ്മയുണ്ടല്ലോ, മലം മറ്റേ പാക്കറ്റിൽ കെട്ടിയിട്ട് അമ്പലത്തിന് മുറ്റത്തേക്ക്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഒരു കലാപത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിന്റെ തയ്യാറെടുപ്പ് വളരെ ഇതോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള ചില ഊഹാപോഹങ്ങൾ കേരളത്തിൽ ചിലരെങ്കിലും പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അങ്ങനെയല്ല. അവർ അത്തരത്തിലൊക്കെയുള്ള ഏതെങ്കിലും എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത്തരത്തിലങ്ങ് വിശ്വാസത്തിലേക്ക് എടുക്കുന്ന ആളുകളൊന്നുമല്ല. അതെന്ന് നമ്മൾ ഇന്നലെ തെളിയിക്കുകയും ചെയ്തു. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ആലപ്പുഴയിൽ നിന്നും സോനു ആണ്. ശ്രീ സോനു, താങ്കൾക്ക് പറയാം. സോനു, കേൾക്കാമോ? ന്യൂയോർക്കിൽ നിന്നും പ്രദീപാണ്. സോനുവിന്റെ ടെലിഫോൺ ലൈൻ കട്ടായിപ്പോയി. ശ്രീ പ്രദീപ്, താങ്കൾ ഈ വാർത്തകളെല്ലാം അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം വിശ്വാസ കൂട്ടായ്മകളൊക്കെ ഇതുവരെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുള്ള അവരിങ്ങനെ പ്രത്യേക രീതിയിലൊക്കെയാണ് നടത്തുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിനെ ഒരു പൊതുചടങ്ങായി കണക്കാക്കിക്കൊണ്ട് പോലീസ് അടക്കമുള്ളവർ ജാഗ്രത പുലർത്തണമെന്നൊന്നും ഇതുവരെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. ആളുകളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാത്തത് കൊണ്ട് തന്നെ ഒരു സ്വകാര്യ ചടങ്ങെന്ന മട്ടിൽ തന്നെയാണ് ഇതൊക്കെ നടത്തി പോന്നിരുന്നത്. ഇത്തരം വിശ്വാസ കൂട്ടായ്മകളൊക്കെ ഇനി കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതല്ലേ? നമസ്കാരം. അല്ല, അതിപ്പോ ഒരു കാര്യം ചോദിക്കാനേ, ഇപ്പോ എല്ലാ ഞായറാഴ്ചകളിലും അതേപോലെ തന്നെ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ വന്നിട്ട്, വെള്ളിയും ഞായറും ഈ ദിവസങ്ങളിലൊക്കെ അവരുടെ മതപരമായി ഒരുപാട് ആൾക്കാർ കൂടാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളൊരു ബേസിക് നമ്മുടെ കേരളത്തിൽ ഇത് നടക്കുന്നു, ഇങ്ങനെയെല്ലാം തുടങ്ങുന്നു, ആൾക്കാർ തുടങ്ങി വെക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് നോക്കണം. നിങ്ങൾ ബേസിക്കലി നമ്മൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വളരെ സെൻസിറ്റീവായ ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞു. വളരെ സെൻസിറ്റീവായി, പരസ്പരം വിശ്വാസമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാത്തൊരു സമൂഹമായി നമ്മുടെ നാട്ടിൽ മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. താങ്കളും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല. ആ സമൂഹം ഇനി അടുത്ത തലമുറ എങ്ങനെ ആവുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഭയമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുന്നു അല്ലെങ്കിൽ പരസ്യമായി വർഗീയത പറയാൻ തയ്യാറാവുന്നു. അതിന് ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒട്ടുമിക്ക മതത്തിലെയും ആളുകളൊക്കെ ഇങ്ങനെ പരസ്യമായി വർഗീയത പറയാൻ, പണ്ട് ആളുകളുടെ ഉള്ളിൽ ചിലപ്പോൾ വർഗീയത ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ പരസ്യമായി പറയാതിരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ ചിലരെങ്കിലും അങ്ങനെ കാണിക്കുന്നില്ല. പക്ഷേ മഹാഭൂരിപക്ഷം മനുഷ്യർ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെയൊക്കെ മതേതരമായി നിലനിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം.
പക്ഷെ അത് ഈ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം വർഗീയമായി പരസ്പരം പറയുന്നു, ഒരാൾ മാത്രമല്ല. പക്ഷെ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് രാഷ്ട്രീയക്കാർ ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. കാരണം അവർക്കെല്ലാം വോട്ട് ബാങ്കിങ് ആണ്. എങ്ങനെയല്ല അത് ഏതായാലും ഒരു പ്രത്യേകമല്ല, ഓരോരുത്തരെ കാണിച്ച് പരസ്പരം എത്രത്തോളം എനിക്കൊരു വോട്ട് അല്ലെങ്കിൽ ഒരു അടുത്തൊരു ഇലക്ഷൻ ജയിക്കാം, ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ. നമ്മുടെ നാട് നന്നാവണം എന്നൊരു ചിന്തയേ ഇല്ല. വളരെ വിഷമമാണ് അത് ആലോചിക്കുമ്പോൾ. ശരി, താങ്കൾ പറഞ്ഞത് അതീവ ഗൗരവമായ അഭിപ്രായം തന്നെയാണ്. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അതിന് ഏത് മതമായിക്കോട്ടെ അവർക്ക് കൂടുതൽ സഹായിക്കുന്ന മതവിഭാഗങ്ങളെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാടുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പലതരത്തിലും എടുക്കുന്നുണ്ട്. അതിന് ഗൗരവമായ വിഷയം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. രഘുനന്ദനാണ് കൊല്ലത്തുനിന്നും. ശ്രീ രഘുനന്ദനൻ, താങ്കൾക്ക് പറയാം. അതായത് നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആൾക്കാർ ഇതൊക്കെ കണ്ട് രസിക്കുകയാണ്. ആൾക്കാർ ഇതിനെ കുറച്ചുകൂടെ എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരിൽ ഇല്ലാത്ത മതത്തെക്കുറിച്ചുമൊക്കെ മോശമായിട്ട് ചിത്രീകരിച്ച് ഇങ്ങനെയുള്ള പ്രവണത കുറച്ച് നാളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് കർശനമായിട്ട് തന്നെ നേരിടാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, വളരെ ഗൗരവമായ അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞത്. എല്ലാ മനുഷ്യരും മനുഷ്യരായി തന്നെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട അവസരങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങൾ. എങ്കിൽ മാത്രമേ നമ്മുടെ നാടിനെ സമാധാനപൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. മറ്റൊരു പ്രേക്ഷകരുണ്ട്, കൊട്ടാരക്കരയിൽ നിന്നും രാജക്കുട്ടിയാണ്. ശ്രീ രാജക്കുട്ടി, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാല് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇതിന് പറഞ്ഞോളൂ. ദുഃഖകരമായ സംഭവമാണ്. കാരണം ഒരു സമ്മേളനം നടത്തുമ്പോൾ ഗവൺമെന്റ് കർശനമായിട്ട് അത് വിലയിരുത്തുകയും അത് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അറിയേണ്ടതാണ്. അതിന് പോലീസിന്റെ ഒരു വിജിലൻസ് അവിടെ ഇച്ചിരി അപാകത ഉണ്ടായിട്ടുണ്ട്. വിശ്വാസ കൂട്ടായ്മകളൊന്നും ഇതുവരെയും അത്തരം സംഭവങ്ങളോ പൊതുവായ സംഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. സാധാരണ വോട്ട് ബാങ്കിന് വേണ്ടി അനുവാദം കൊടുക്കുകയും അതനുസരിച്ച് രാജ്യത്ത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. കാരണം നിരപരാധികളാണ് ഇവിടെ മരണപ്പെട്ടത്. അതെ, അത് നമ്മളെ ന്യൂസ് 18 വളരെ കാര്യമായിട്ട്, കാരണം ഇത് ഇന്നലെ പ്രതിയെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ കേരളം ഇന്ന് കത്തിയെരിയുമായിരുന്നു. ശരിയാണ് താങ്കൾ പറഞ്ഞത്. പ്രതിയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരം കുൽസിത മാർഗ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെ കത്തിയെരിയുകയൊന്നുമില്ല കേരളം. കേരളത്തിലെ മഹാഭൂരിപക്ഷം വർഗീയമായി ചിന്തിക്കുന്നവരല്ല. അല്ല, യഥാർത്ഥത്തിൽ ഉണ്ടായത് ഒരു ക്രിസ്ത്യാനി മാർട്ടിൻ എന്ന് പറഞ്ഞവനെ പിടിച്ചതാണ്. അത് മാത്രമാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതെ, മാർട്ടിൻ അല്ലാതെ അവൻ സ്വയം കുറ്റം ഏറ്റെടുത്ത് അവിടെ ചെന്നു, അല്ലെങ്കിൽ അവൻ കുറ്റം ചെയ്തു എന്നാണെങ്കിൽ അവന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവിടെ ചെന്നത്. ശരി, താങ്കൾ പറഞ്ഞതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു. താങ്കൾ പറഞ്ഞത് ഏത് അർത്ഥത്തിലാണ് എന്നും പൂർണ്ണമായും തന്നെ ആളുകൾക്ക് ഞാൻ ഒരു മനുഷ്യനാണ്, അല്ലാതെ ഞാൻ ഒരു മതത്തെയും ഞാൻ കൂടുതൽ അവഹേളിക്കത്തില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. താങ്കളുടെ ഉത്കണ്ഠ സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ഉത്കണ്ഠ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിലുള്ളവരല്ല മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ. മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഇങ്ങനെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയത ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരല്ല എന്നതുകൂടി നമ്മൾ എപ്പോഴും ഓർക്കണം. അലിയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ അലി, താങ്കൾക്ക് പറയാം. ഹലോ, ഇത് ഇന്നലെ ഉണ്ടായ സംഭവം വല്ലാത്തൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഇന്നവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. ആദ്യം തന്നെ ആ മരിച്ചവരുടെ പേരിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാ മതങ്ങളും എല്ലാ മതസംഘടനകളും പ്രവർത്തിക്കുന്നത് ആത്മീയ പരാജയമാണ് ഇത് കാണിക്കുന്നത്. കാരണം രാഷ്ട്രീയക്കാരെയോ മറ്റാളുകളെ വെറുതെ വിടുക, അവരിനകത്ത് പിന്നീടല്ലേ വന്നേക്കണം. ഇപ്പൊ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ മതപരമായ എല്ലാ സംഘടനകളും, അതായത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളുടെ ആയാലും ക്രൈസ്തവരുടെ ആയാലും എല്ലാ സംഘടനകളുടെയും ആത്മീയമായ നിയന്ത്രണം, അല്ലെങ്കിൽ എന്തിനാണ് ഈ മതങ്ങളെ പള്ളികളും മറ്റുള്ളതൊക്കെ വെച്ചേക്കുന്നത്? മനുഷ്യന് ആത്മീയത കൊടുക്കാനല്ലേ? ആ ആത്മീയത നശിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ആത്മീയത ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. മതങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അല്ലെങ്കിൽ മതങ്ങളെ നയിക്കേണ്ടവർ ആത്മീയതയ്ക്ക് പകരമായി വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത്. മറ്റൊരു പ്രഷറുണ്ട്, തൃത്താലയിൽ നിന്നും സുധീറാണ്. ശ്രീ സുധീർ, താങ്കൾക്ക് പറയാം. ഇതിപ്പോ ആത്മീയത എല്ലാം പറഞ്ഞിട്ട് വിശ്വാസം അന്ധവിശ്വാസം ഒക്കെ പറഞ്ഞിട്ട് ഇതന്നെ പരിപാടി. ഏത് മതക്കാരായാലും അതെ, അവരവരെ മതത്തിനെ പറ്റിയും പറഞ്ഞിട്ട് അതിന് പറഞ്ഞിട്ട് ഉള്ള ഇതാ. പിന്നെ ഇന്നത്തെ സംഭവം ഇപ്പൊ ഈ മാർട്ടിൻ പറഞ്ഞ ചങ്ങാതിനെ പിടിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു വർഗീയത ലെവൽ തന്നെ ആയിരുന്നു. അതൊരു മുസ്ലിങ്ങളുടെ ലെവലിലേക്ക് എത്തിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു.
പറഞ്ഞത് ആ തരത്തിലേക്ക് ചിലരെങ്കിലും ബോധപൂർവമായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ കേരളം പോലൊരു നാട്ടിൽ അങ്ങനെയുള്ള ചിലർ ഏതെങ്കിലും സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചാൽ അതുകൊണ്ട് മാത്രം തുള്ളുന്ന കുറച്ചാളുകൾ ഉണ്ടാവും. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അങ്ങനെയല്ല. കേരളത്തിലെ ഏത് മതജാതിയിൽപ്പെട്ട മനുഷ്യരായാലും അവരെല്ലാം സൗഹാർദ്ദത്തെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. നാട്ടിൻപുറത്തുള്ളവരാണ്. അപ്പൊ അവിടെ ഇന്നലെ ചർച്ച ചെയ്ത് അപ്പോ പിന്നെ നല്ല പോലെയുള്ള അതൊരു മുസ്ലിങ്ങൾ ലെവലിൽ നിന്നുള്ള സംസാരം. ഞാൻ അതിന്റെ ഇടയ്ക്ക് ന്യൂസ് എയ്റ്റിയുടെ ഒരു പോസ്റ്റും കാട്ടി വന്നു. ഒരു മുസ്ലിം സഹോദരനെ പിടിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരു പോസ്റ്റിക്ക് കാട്ടി വന്നു. അപ്പൊ ഞാൻ മിക്കലും ഇതില്ല, ഞാൻ ക്ലിയറായി അറിഞ്ഞിട്ടുമില്ല. അപ്പൊ അവര് ഇത് കാട്ടി, നീ ഷോർട്ട് ഇതും കാട്ടി തന്നു. ആ കാര്യത്തിൽ വിശദീകരണം ഞങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ആ സമയത്ത് ഞങ്ങളടക്കം എല്ലാ ചാനലുകളും വാർത്ത നൽകിയിരുന്നു. പിന്നീട് അതല്ല, മറ്റൊരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ കൃത്യമായി വാർത്ത മാറ്റി. പക്ഷേ യൂട്യൂബുകളിലൊക്കെ വാർത്ത നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് വാർത്തയും നമ്മളിപ്പോൾ പറയുന്നിടക്ക് ഏതും പിന്നീട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ പഴയ വാർത്ത എടുത്ത് കാണിച്ചുകൊണ്ട് ആ പഴയ വാർത്തയുടെ കൂടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയത്. അത് ഒരിക്കലും ശരിയായതല്ല. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ ഇന്നലെ ചാനലിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ചിലർ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്താലും പഴയ കാര്യങ്ങളിൽ അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ഇത്തരം കുൽസിത മാർഗങ്ങൾക്ക് പ്രവർത്തികൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. ജോയൽ മനു ആണ് വൈക്കത്ത് നിന്നും. ശ്രീ ജോയൽ മനു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണ്ടതല്ലേ? നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാത്ത ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. അതെ, പല മതവിശ്വാസികളും പല രാഷ്ട്രീയ വിശ്വാസികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കേരളത്തിൽ ഉണ്ടാകാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ട് അവരെ കുറ്റപ്പെടുത്തരുത്. അത് നമ്മുടെ കേരളത്തിന്റെ മൊത്തം വിഷയമായിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആ സർക്കാരിന് പിന്തുണ കൊടുക്കണം. കാരണം ഇതൊരു ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നമല്ല, നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ മേലാത്ത ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ചിലര് രാഷ്ട്രീയപരമായിട്ട് അത് വൽക്കരിച്ച്, അങ്ങനെ വൽക്കരിക്കാൻ പാടില്ലത്. വൽക്കരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർഗീയ പ്രശ്നമായി മാറും. ചിലർ ഏത് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലെല്ലാം വർഗീയത കണ്ടെത്തുന്നവരും അവരതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരുമായ ചില കുറച്ച് മനുഷ്യരെങ്കിലും നമ്മുടെ ഇടയിലുണ്ട്. എന്തായാലും മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അത്രക്കാരുടെ പ്രചരണങ്ങളൊന്നും വീഴുന്നവരല്ല. അത്രക്കാരുടെ പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നവർ തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ ഇടവേള ആവശ്യമാണ്. കേരളം തന്നെ ഞെട്ടിത്തെറിച്ച അത്യന്തം വലിയൊരു വാർത്തയാണ് ഇന്നലെ ഉണ്ടായത്. കേരളത്തിൽ മുമ്പ് ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു വലിയ സ്ഫോടനം, മരണവും അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും കേരളത്തിനെ അത് ഉപയോഗിച്ചുകൊണ്ട് ചിലരെങ്കിലും അതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിനെല്ലാം മഹാഭൂരിപക്ഷം വരുന്ന മലയാളികൾ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഐക്യത്തോടു കൂടി തന്നെ നിൽക്കാനും അതിനെ നേരിടാനും ഒക്കെ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഇത്തരം വിശ്വാസ കൂട്ടായ്മകളൊക്കെ നടക്കുമ്പോൾ, മറ്റ് സ്ഥലങ്ങളിൽ ഉത്സവങ്ങളോ പെരുന്നാളുകളോ ഒക്കെ നടക്കുമ്പോൾ പുലർത്തുന്ന ഒരു ജാഗ്രത ഇതുവരെയും ഒരു സ്വകാര്യ ചടങ്ങുകൾ എന്ന നിലയ്ക്ക് ആ തരത്തിലേക്കുള്ള ഒരു ശ്രദ്ധയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത്തരം സ്ഥലങ്ങൾ കൂടി ഇനി ജാഗ്രത വേണ്ടതല്ലേ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വിതുരയിൽ നിന്നും രാജേന്ദ്രനാണ്. ശ്രീ രാജേന്ദ്രൻ, താങ്കൾക്ക് പറയാം. ഹലോ സാർ, നമസ്തേ. നമസ്തേ. എന്റെ പേര് രാജേന്ദ്രൻ കാണിയാണ്. ഞാൻ വിതുര പെൺപാറയാണ് സംസാരിക്കുന്നത്. ശരി, പറഞ്ഞോളൂ. ഞാൻ സംസാരിക്കുന്നത് വേറെ ഇതിന് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ സംഭവങ്ങളെ മതപരമായിട്ട് വോട്ട് ബാങ്കിന് വേണ്ടി ചെയ്തതാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കളിക്കുന്നത്, മതപരമായിട്ടുള്ള രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറയുമ്പോൾ തന്നെ ചില പ്രേക്ഷകരെങ്കിലും ഉന്നയിച്ചൊരു സംശയം ഞാൻ താങ്കളോട് ഉന്നയിക്കുകയാണ്. ഏത് മതമായിക്കോട്ടെ, ഏത് മതത്തിൻ്റെതായാലും ഈ മതസംഘടനകളൊക്കെ ആത്മീയത പ്രചരിപ്പിക്കേണ്ട മതസംഘടനകൾ പലപ്പോഴും അത്തരത്തിൽ അവരുടെ അണികളെ ആ തരത്തിൽ പ്രചരിപ്പിക്കുന്നതിന് പകരം മറ്റു തരത്തിലേക്കൊക്കെ മാറുന്നില്ല. അതിപ്പോൾ ഏതെങ്കിലും ഒരു മതത്തെ അല്ല, എല്ലാ മതത്തിലും അത് ഏറെയും കുറഞ്ഞുമൊക്കെ ഇപ്പോൾ ഈ വർഗീയതയുടെ പ്രചരണം വർദ്ധിക്കുകയല്ലേ? അതാണ് എല്ലാവരും വർഗീയതയാണ് നോക്കുന്നത്. മതം വേർതിരിച്ച് വർഗീയത പരപരമായി കൊണ്ടുവന്നിട്ട് ആൾക്കാർ ആ രീതിയിൽ വോട്ട് ബാങ്കിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് എല്ലാ മതക്കാരെയും ഒരേപോലെ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ രാഷ്ട്രീയത്തിലേക്ക് മതങ്ങളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കഴിഞ്ഞാൽ കുറെ സംഭവങ്ങൾ മാറുക. ശരി, രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജനാധിപത്യത്തിൽ അത് ഏറ്റവും സുപ്രധാനമായ ഒന്നാണ്. താനും ചങ്ങനാശ്ശേരിയിൽ നിന്നും അനൂപ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണ് ചങ്ങനാശ്ശേരി. ഡിസംബർ മാസം 25-26 ചങ്ങനാശ്ശേരിയിലെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ച് നടക്കുന്ന ചന്ദനക്കുടം, ചെറപ്പ്, ക്രിസ്മസ്, ഇത് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ
ഉദാഹരണം ലോകത്തൊരിടത്തും കാണാത്തതാണ് ചങ്ങനാശ്ശേരി ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന ഏറ്റവും ദയനീയമായ ഞങ്ങൾക്കുണ്ടായ എന്ന് പറഞ്ഞാൽ ഇപ്പൊ CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിലും രാജീവ് ചന്ദ്രശേഖര എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണെങ്കിലും ഇവരൊക്കെ എടുത്തു വെച്ച ആ വാക്കുകൾ, പക്ഷേ ഇതിനകത്ത് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആള് നേരിട്ട് ഹാജരായില്ലായിരുന്നെങ്കിൽ ഗുജറാത്തിൽ നിന്നുമുള്ള ഒരു മുസ്ലിമിനെ കണ്ണൂർ അറസ്റ്റ് ചെയ്യും. ഇത് ആരുടെ തലയ്ക്ക് വരും? കേരളം മുമ്പ് എന്തുണ്ടാവും? എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ബോംബ് പൊട്ടുകയോ ഒരു വിഷയം ഉണ്ടായ ഉടനെ മുസ്ലിങ്ങളാണ് തൊപ്പി വെച്ചവൻ അല്ലെങ്കിൽ താടി വളർത്തിയവൻ. അത് ശരിയായ ഒരു കേരള പോലീസ് കാണിക്കുന്ന ശരിയായ നടപടിയല്ല. ഇത് കൊടുക്കുന്ന സന്ദേശം എന്തുവാണ്? ഇപ്പൊ കോഴഞ്ചേരിയിൽ നിന്ന് ഒരാള് പേര് പറഞ്ഞെന്ന് പറഞ്ഞു, ഫേസ്ബുക്ക് വന്നപ്പോ പോലീസ് കേസെടുത്തു. പക്ഷെ മാതൃകാപരമായി ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശിക്ഷ വേണം. കാര്യം സമൂഹത്തെ തല്ലി ഈ ജാതീയതയെയും മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് കൊല്ലുകയല്ല ചെയ്യേണ്ടത്. ശരി, താങ്കൾ പറയുന്നത് അതീവ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇത്തരക്കാർക്കെതിരെ സമൂഹത്തെ വർഗീയമായി ധ്രുവീകരിച്ചുകൊണ്ട് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന, തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശനമായ ശിക്ഷയടക്കം വേണ്ടത് തന്നെയാണ്. അത്തരക്കാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇത്തരം അവസരങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് പറയാം. ഇത് നമ്മള് സമാധാനത്തിന് ഒക്കെ വേണ്ടിയിട്ടാണ് അമ്പലത്തിലും ഇതേപോലുള്ള പ്രാർത്ഥനകൾക്ക് നമ്മൾ പോണത്. പക്ഷെ അവിടെ തീരെ സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ്. അതും നമ്മുടെ കൊച്ചു കേരളത്തില് അത് ഒരു മലയാളി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ സമയത്ത് വേറൊരു കാര്യം ഓർമ്മ വരികയാണ്. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ആ ദിവസം മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു വൈസ്രോയി. അവിടെ കൂടിയിരുന്ന ആൾക്കാർ പറഞ്ഞു ഇതൊരു മുസ്ലിമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷെ മൗണ്ട് ബാറ്റൻ പറഞ്ഞു അല്ല, ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ വർഗീയ കലാപം ഉണ്ടായിരുന്നു. ഇത് അതേപോലെ തന്നെ ഞാൻ ജാതി പറയല്ല, അതേ ജാതിപ്പെട്ട ഒരാൾ ചെയ്ത കാര്യം ശരി, മറ്റു വിഭാഗത്തിൽപ്പെട്ടാണെങ്കിൽ അത് ഏതൊക്കെ തരം വ്യാഖ്യാനം അവിടെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണ്ടായിരുന്നു. ശരിയാണ്, താങ്കൾ പറഞ്ഞത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ചിലരെങ്കിലും ഏതെങ്കിലും സ്ഫോടനമുണ്ടായാൽ ചിലരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്താറുണ്ട്. അത്തരം ശ്രമങ്ങളെ ചെറുത്തു തന്നെയാണ് കേരളീയ സമൂഹം മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, മോഹൻദാസ് ആണ് ആലത്തൂർ, ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. 3 പേരുടെ മരണത്തിനിടയാക്കിയ ഈ സംഭവം വേദനാജനകമാണ്. ഇതിലും ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ നാട് കത്തിയിട്ടുണ്ട്. ചാലക്കമ്പോളം രണ്ട് മതവിഭാഗങ്ങളുടെ പേരും പറഞ്ഞ് ഇതിനു മുമ്പ് ചാലക്കമ്പോളം കത്തിയതാണ്. ഇന്നലെ കംപ്ലീറ്റ് ചാനലുകളുടെയും കമന്റ് ബോക്സ് നോക്കി കഴിയുകയാണെങ്കിൽ ഒരു വിഭാഗം ഒരു മതവിഭാഗത്തിന് മാത്രം കുറ്റപ്പെടുത്തി വൈകുന്നേരം വരെ കമന്റ് ഉണ്ടായിരുന്നു, എല്ലാത്തിനും കമന്റ് ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന ഒരു മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രീതിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. ആദ്യമായിട്ട് പാർലമെന്റിൽ ഇവരിയ്ക്കുമ്പോഴാണ് പാർലമെന്റിനകത്ത് കയറി അടിച്ചത്. ഇദ്ദേഹം കുറച്ചുകൂടെ ബാക്കിലേക്കൊട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും ആ ഭരണത്തെ കുറ്റം പറഞ്ഞായിട്ട് ഞാൻ അവരുടെ കേട്ടില്ല. ഇതുപോലെ ഈ നമ്മുടെ മൊത്തം സ്റ്റേറ്റിന്റെ ഉത്തരവാദി സെൻട്രൽ ഗവൺമെന്റ് അല്ലേ, എവിടെയെല്ലാം ഈ ബോംബ് ഇതൊക്കെ ഉണ്ടാക്കണം, അവിടെ ഒന്നും ഇത് പറഞ്ഞ ഈ ആക്രമണം കൊണ്ടാണ് അതൊന്നും ഇവർ പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. ഇവിടെ മാത്രം എന്തിന് ഇത് ഭരിക്കുന്ന സർക്കാരിനെ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റു പ്രേക്ഷകരുണ്ട്, ഹൈപ്പാട് നിന്നും മഹാദേവനാണ്. ശ്രീ മഹാദേവൻ, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? നമ്മുടെ ഈ സംഭവത്തെ നിസ്സാരമായിട്ട് കാണുന്നു എന്നത് ശരിയല്ല. സംഭവം നിസ്സാരമല്ല ഒരിക്കലും. ഈ സംഭവം അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്, അതീവ ഗൗരവമുള്ള വിഷയമാണ്. കേരളത്തിൽ അങ്ങനെ ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ തരത്തിലേക്കുള്ളത് അത് അതീവ ഗൗരവമായ വിഷയം തന്നെയാണിത്. അതുകൊണ്ട് ഈ എഡ്യൂക്കേഷൻ വളരെ കുറവാണെന്ന് പറയുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ആളിന്, പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും കൃത്യമായ രീതിയിൽ ഒരു ആയുധം ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും സാധിച്ചത് ഇത് അദ്ദേഹം ഇതിനുകൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടോ എന്നതിനെ പറ്റി അന്വേഷിക്കണം. അതേപോലെ തന്നെ ഇത് അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ല. അദ്ദേഹം അന്ന് ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെയും യാതൊരു തരത്തിലുള്ള ഭാവഭേദവുമില്ല. ഒരിക്കലും ചിലപ്പം തോന്നും ആ വീഡിയോ നേരത്തെ എടുത്ത് വെച്ചതാണോ എന്ന്. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സമഗ്രമായ ഒരു അന്വേഷണമാണ് ആവശ്യം. ചെറിയ അന്വേഷണത്തിൽ നിർത്തരുതെന്നാണ് അഭിപ്രായം.
ശരി, സമഗ്രമായ അന്വേഷണം തന്നെയാണ് നടക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കം ആ വിഷയത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളും അത്തരത്തിലേക്കുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച മഹാഭൂരിപക്ഷം പ്രേക്ഷകരും പറഞ്ഞത് ഏതെങ്കിലും ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ രാജ്യം ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. ആ ഘട്ടത്തിലൊക്കെ അത് ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം മറ്റ് മതങ്ങളുടെ പേരിലും വർഗീയത വരുത്തുന്ന ചിലരെങ്കിലുമുണ്ട്. അത്തരക്കാരെ ഒറ്റപ്പെടുത്തുകയും അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ തന്നെ പറഞ്ഞത്. സ്വാഭാവികമായും പ്രതീക്ഷ നൽകുന്ന അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകരുടേത്. മലയാളികളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വർഗീയമായി ഇതിൻ്റെയൊക്കെ പേരിൽ ഭിന്നിപ്പിക്കാൻ അല്ലെങ്കിൽ കലാപുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു നിൽക്കുമെന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് മഹാഭൂരിപക്ഷം പ്രേക്ഷകരുടെയും മഹാഭൂരിപക്ഷം നമ്മളോട് പ്രതികരിച്ച എല്ലാവരുടെയും പ്രതികരണം തന്നെ. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.